ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സുഷമ. ഞാൻ വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അത് ജർമ്മനിലുള്ള പേഴ്സണൽ പ്രോനൗൺസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ഇംഗ്ലീഷ് മലയാളം വെർഷനിൽ എന്താണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് നോക്കാം. അതിനുശേഷം ഞാൻ ജർമ്മനിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുക. ജർമ്മനിൽ ദി പേഴ്സണൽ പ്രോനോമൻ എന്നാണ്. അപ്പോൾ ആർട്ടിക്കിൾ ഇല്ലാതെ നമുക്കൊരു നൗൺ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ആർട്ടിക്കിളാണ്, നൗൺ ആയതുകൊണ്ടാണ് പേഴ്സണൽ പ്രോനോമൻ എന്നുള്ളത്. നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ അതിൻ്റെ മുമ്പിൽ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് പേഴ്സണൽ പ്രോനൗൺ എന്നുള്ളത് നമുക്ക് നോക്കാം. പേഴ്സണൽ പ്രോനൗൺസ് റിപ്ലേസ് ദ നൗൺസ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിലെപ്പോഴും നമ്മൾ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പേര് ഒക്കെ എഴുതിയിട്ടാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത്. അതിനെയാണ് നമ്മൾ നൗൺ എന്ന്, അല്ലെങ്കിൽ നമ്മൾ വിളിപ്പേരിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനത്തിൻ്റെയോ വ്യക്തിയുടെയോ ഒക്കെ പേര് വിളിച്ച് എഴുതുന്ന ഒരു സെൻറ്റൻസിനെയാണ് നൗൺ എന്ന് നമ്മൾ പറയുക. അത് ആദ്യത്തെ സെൻറ്റൻസിലാണ് നമ്മൾ നൗൺ എഴുതുന്നത്. അപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. നമ്മൾ നൗൺ ഒരു ആദ്യത്തെ സെൻറ്റൻസിലുണ്ടെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ സെയിം റിപ്പീറ്റേഷൻ വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കിനെ പറയുന്ന പേരാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന്. അപ്പോൾ അത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദ നൗൺസ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഒരുപോലെ തന്നെ പേരെപ്പോഴും കോട്ട് ചെയ്ത് വന്നാൽ ഈ വായിക്കുന്നവർക്ക് തന്നെ ബോറിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നാനും, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എഴുതുമ്പോൾ അത് ലൈവ്ലി ആയിട്ട് തോന്നാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിനെയാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് ലിഡിയ ഈസ് വർക്കിംഗ് ഇൻ കൊളോൺ. അപ്പോൾ ലിഡിയ വർക്ക് ചെയ്യുന്നത് കൊളോണിലാണ് എന്നാണ് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ എഴുതിയേക്കണേ. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ലിഡിയ ട്രാവൽസ് 2 hours ടു ഹർ വർക്ക് പ്ലേസ്. അപ്പോൾ നമ്മൾ രണ്ടിലും ലിഡിയ തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അരോചകമായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്നത് ലിഡിയ ഈസ് വർക്കിംഗ് ഇൻ കൊളോൺ, ഷീ ട്രാവൽസ് 2 hours ടു ഹർ വർക്ക് പ്ലേസ്. അപ്പോൾ ഇവിടെ ലിഡിയയ്ക്ക് പകരം സ്ത്രീ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ പേരായതുകൊണ്ട് നമ്മൾ അവൾ എന്നുള്ള വാക്കിന് പകരം ഷീ എന്ന് ഇംഗ്ലീഷിൽ ഇവിടെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നൗൺ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് നാമം എന്നാണ് അല്ലേ. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കിനെയാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ആദ്യം തന്നെ ഞാൻ എന്നാണ് ആദ്യം അഭിസംബോധന ചെയ്യുക അല്ലേ, പേഴ്സണൽ പ്രോനൗൺ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ സിറ്റുവേഷനനുസരിച്ചുമാണ് പ്രോനൗൺ എന്നുള്ള വാക്കിന്, അല്ലെങ്കിൽ പ്രോനൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പല വാക്കുകളുണ്ട്. ഞാൻ, നീ, അവൾ, അല്ലെങ്കിൽ നിങ്ങൾ, അവർ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ശരിക്കും പേഴ്സണൽ പ്രോനൗൺ എന്ന് നമ്മൾ പൊതുവെ ഇംഗ്ലീഷിലായാലും മലയാളത്തിലും ജർമ്മനിലും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ഓരോ ഭാഷയിലും അതിൻ്റേതായ വാക്കുകളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിനി മലയാളത്തിലും ഇംഗ്ലീഷിലും ജർമ്മനിലും എങ്ങനെയാണ് പേഴ്സണൽ പ്രോനൗൺസ് പറയുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. അത് ഞാൻ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നെ തന്നെയാണ് അല്ലേ, ഞാൻ തന്നെ. ഞാനിപ്പോൾ സംസാരിക്കുന്ന ആളാവുമ്പോൾ ഞാൻ ഫസ്റ്റ് പേഴ്സണായിട്ട് വരും. അതിന് പറയുന്ന പേരാണ് ഇഷ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്, അല്ലെങ്കിൽ ഐ എന്ന് ഇംഗ്ലീഷിലുള്ള അർത്ഥം. അപ്പോൾ ഇതൊന്ന് ഉച്ചരിച്ച് നോക്കിയാൽ ഇഷ്. ചിലവരവിടെ ഇഹ് എന്ന് പറയും, അതും തെറ്റില്ല. അത് ഓരോ റീജിയൻ അനുസരിച്ചാണ് ഉച്ചാരണം വ്യത്യസ്തമായിട്ട് വരുന്നത്. ഇവിടെ ഇഷ് എന്നും പറയാം, ഇഹ് എന്നും പറയാം. അതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്. ഐ എന്നുള്ള ഇംഗ്ലീഷ് വാക്കും അതിൻ്റെ പ്ലൂരൽ ഫോമാണ് നമ്മൾ ഇപ്പുറത്ത് കൊടുത്തേക്കുന്നത്. അതിന് ഞാൻ
ഞങ്ങൾ അല്ലെങ്കിൽ വിയർ. ജർമ്മനിൽ പറയുമ്പോൾ വിയർ, മലയാളത്തിൽ ഞങ്ങൾ. അതിന് വി എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നു. അപ്പം ഇഷ് വിയർ. അപ്പം ഞാൻ, ഞങ്ങൾ എന്നുള്ള വാക്കാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. അതിൽ രണ്ട് ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് ഇൻഫോർമൽ ഫോമായിട്ടുള്ളതും ഒന്ന് ഫോർമൽ ഫോമായിട്ടുള്ള വേർഷനാണുള്ളത്. അതിൽ ഡു എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫോർമലാണ്. ഡു എന്ന് പറയുന്നത് ഇൻഫോർമൽ. അപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞാൻ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയാണ് നീ എന്ന് ഞാൻ പറയുക, അല്ലെങ്കിൽ താങ്കൾ. ഫോർമലാണെങ്കിൽ താങ്കൾ എവിടെ പോകുന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫോർമലാണെങ്കിൽ നീ എവിടെ പോകുന്നു എന്ന് എനിക്ക് ചോദിക്കാം. അപ്പോൾ ആ നീ എന്നുള്ള ഉച്ചാരണത്തെ അല്ലെങ്കിൽ ഉച്ചരിക്കുന്നത് ജർമ്മനിൽ നമ്മൾ ഡു എന്നാണ് പറയുക, നീ എന്നുള്ള വാക്ക്. അപ്പോൾ അവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഉച്ചാരണമാണ് ഈ രണ്ടെണ്ണം. ഒന്ന്, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സി ഫോം വെച്ചിട്ടാണ് ആദ്യം സംസാരിക്കുക. നമ്മളേലും ചെറിയ പിള്ളേരോട് മാത്രമേ നമ്മൾ ഡു അല്ലെങ്കിൽ പേര് വിളിക്കുള്ളൂ. അല്ലാതെ അവിടെ ജർമ്മനിയിൽ ഇപ്പം നമ്മൾ പോവുകയാണെന്ന് വെച്ചോ, അവിടെ ആദ്യമായിട്ട് കാണുന്ന ആൾ, പരിചയമില്ലാത്തവർ, പ്രായമുള്ളവരൊക്കെ ഈ സി ഫോമിലാണ് ഉപയോഗിക്കുക. ഡു ഫോം നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ വി ഹൈസ് ടു എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര ഹേർട്ടായി. എന്നുവെച്ചാൽ നമ്മൾ പരിചയമില്ലാത്ത ഒരാളാണ്, എന്നെ കയറി നീന്ന് വിളിക്കണം എന്താണെന്ന് ഒരു ചിന്ത അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഡു എന്നുള്ളത് ഇൻഫോർമൽ ഫോമാണ്. അത് അവർ നമ്മളോട് പറയുന്നത് വരെ നമ്മൾ സി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവർ ഞാനും മറ്റേ ആളും കൂടെ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് ഡു ഇനി തൊട്ട് വിളിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ മാത്രം ആണ് ഈ ഫോമാറ്റ് ഉപയോഗിക്കേണ്ടത്, ഡു എന്നുള്ളത്. ബാക്കി എല്ലാത്തിലും ക്യാപിറ്റൽ സിയിലാണ് ഇത് എഴുതുക. അപ്പോൾ അത് താങ്കൾ എന്ന് ഉദ്ദേശിക്കുന്ന വാക്കാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ സി താങ്കൾ എന്ന് വരും. ഇവിടെ ഡു ഇൻഫോർമൽ ഫോം നീ അല്ലെങ്കിൽ യു. അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഇയർ എന്ന് വെച്ചാൽ നിങ്ങൾ, ഇയർ, നിങ്ങൾ അല്ലെങ്കിൽ യു എന്ന്. ഇംഗ്ലീഷിലാകുമ്പോൾ യു കുറേ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കും അല്ലേ. പക്ഷേ ജർമ്മനിൽ നമുക്ക് വ്യത്യസ്തമായ വാക്കുകളാണ് അതിനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇയർ നിങ്ങൾ എന്ന് വായിക്കും. അടുത്തത് ഫോർമൽ ഫോം സി. നമ്മൾ ഫോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ താങ്കൾ അല്ലെങ്കിൽ യു എന്നുള്ളത് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്ലൂറിൽ തന്നെ നമ്മൾ സി എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഭാര്യയും ഭർത്താവും പ്രൊഫസറാണെങ്കിൽ നമ്മൾ അവരെ സി കൂട്ടിയാണ് പറയുള്ളൂ. അപ്പോൾ രണ്ടുപേരെയും ബഹുമാനിക്കുന്ന രീതിയിൽ പറയുന്നതിനെയാണ് ഈ സി ഇവിടെ ഉപയോഗിക്കുക. അത് രണ്ടുപേരെയും കൂടെ ഉദ്ദേശിച്ച് പ്ലൂറൽ ഫോമിൽ നിങ്ങൾ അല്ലെങ്കിൽ യു എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് വരുന്നത് തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സണായിട്ട് വരുന്നത് ഇപ്പം ഞാനും ഒരാളും കൂടെ സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇഷ് എന്ന് വരും അല്ലേ. ആളോടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ അത് ഡു ഫോമാറ്റിലാണ് വരിക, അല്ലെങ്കിൽ സി ഫോമാറ്റിൽ വരും. ഇപ്പം ഞാനും ആ മറ്റേ വ്യക്തിയും കൂടെ തേർഡ് പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകളാണ്. മാസ്കുലിൻ ആണെങ്കിൽ എർ, ന്യൂട്രൽ ആണെങ്കിൽ എസ്, ഫെമിനിൻ ആണെങ്കിൽ സി. അപ്പോൾ എർ എന്ന് ഉദ്ദേശിക്കുന്നത് അവൻ, ഹീ. എസ് എന്ന് ഉപയോഗിക്കുന്നത് അത്, ഇറ്റ്. സി എന്ന് ഉദ്ദേശിക്കുന്നത് അവൾ, ഷീ എന്നുള്ള വാക്ക്. ഈ സി എപ്പോഴും ഷോർട്ടായിട്ടാണ്, സ്മോളായിട്ടാണ് എഴുതുള്ളൂ, സ്മോൾ ലെറ്ററിലാണ് എഴുതാൻ പാടുള്ളൂ അത്. അപ്പോൾ ഇത് മൂന്നും ഒരു ഗണത്തിൽപ്പെടും. നമ്മളിപ്പോൾ അതിൻ്റെ എൻഡിങ് ഒക്കെ എഴുതുമ്പോൾ ഈ മൂന്നെണ്ണത്തിനും സെയിം എൻഡിങ് ആയിരിക്കും വരിക. അപ്പോൾ ഇത് ഒന്നും കൂടെ പറഞ്ഞ് എർ എസ് സി എന്ന് വരും. എർ എസ് സി. അപ്പോൾ അവൻ, എർ എന്ന് പറഞ്ഞാൽ അവൻ, എസ് എന്ന് പറഞ്ഞാൽ അത്, ഇറ്റ്, സി എന്ന് പറഞ്ഞാൽ അവൾ, ഷീ. അതിന് ഒരു പ്ലൂറൽ ഫോമേ ഉള്ളൂ, അത് സ്മോൾ സി ആണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ അല്ലെങ്കിൽ ദേ. നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് എർ എസ് സി അല്ലെങ്കിൽ പ്ലൂറൽ ഫോമിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കുറച്ചൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ സി എന്ന് ഉദ്ദേശിക്കുന്നത്, അവരെ.
അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഞാൻ പറയുന്നു ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്നുള്ള ഉദ്ദേശമാണ് ഇതുവഴി വരുന്നത്. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ സി ഇവിടെ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ആ സി എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ സി. അങ്ങനെയാണ് മിക്കതിലും നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റുകളാണെങ്കിലും പഠിപ്പിക്കുന്നതിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കാരണം അതിൻ്റെ അർത്ഥം സെയിം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ എഴുതുമെങ്കിലും ഈ സി എന്നുള്ളത് അവർ എന്നല്ല കേട്ടോ, ഈ സി എന്നുള്ളത് താങ്കൾ, അല്ലെങ്കിൽ രണ്ടുപേര് കൂടിയാണെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണെങ്കിൽ അത് നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ഒരുമിച്ചാണ് എപ്പോഴും എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതിയാലും തെറ്റില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിയാൽ മതി. പക്ഷെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് എഴുതി കൊടുക്കുക എന്ന് വെച്ചാൽ പിള്ളേർക്കൊരു വ്യക്തത വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ മാറ്റർ ഇതുപോലെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഈ ഒരു ഫോർമാറ്റിലും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് പേഴ്സൺ ഈഷ്, അതിൻ്റെ പ്ലൂറിൽ വിയർ, സെക്കൻഡ് പേഴ്സൺ ഡു, പിന്നെ വേണമെങ്കിൽ സി, ഫോർമൽ ഫോമിൽ സി തന്നെ വരും. തേർഡ് പേഴ്സണിൽ എർ, എസ്, സി, അതിൻ്റെ പ്ലൂറൽ ഫോം സി, അവർ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് പേഴ്സണൽ പ്രോനൗണായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ ആദ്യം എഴുതുമ്പോൾ നൗൺ എഴുതും, സെക്കൻഡ് സെൻറ്റൻസ് വരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചോ സാധനത്തിനെക്കുറിച്ചോ തന്നെയാണെങ്കിൽ പറയണമെങ്കിൽ നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. ജർമ്മനിൽ അത് ദി പേഴ്സണൽ പ്രോനോമൻ എന്ന് പറയും. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.